നമ്മളൊക്കെ ലൈഫിൽ ഒരു വ്യക്തി നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ കയറി വന്നിട്ടുണ്ടാവും. ആ ഒരു വ്യക്തിയുടെ ആ ഒരു കടന്നുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. നമ്മൾ കാണാത്ത പലതും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും, നമ്മളെ കണ്ണിനെ തുറന്നു തന്നിട്ടുണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഉണർത്തി നമ്മളതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് എത്തിച്ച് നമ്മളെ സ്കില്ലിനെയൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തി കയറി വന്ന് പിന്നീട് എന്താവും, അയാൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പോകുമ്പോൾ നല്ല സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ ഒരു വ്യക്തിയെ കുറഞ്ഞ സമയത്തേക്ക് നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കാൻ നമുക്ക് പഠിച്ചോൻ തന്നിട്ടുള്ള ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ അതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല, നമുക്കൊരു കൈകൾ കിട്ടിയിട്ടില്ല. പക്ഷേ പഠിച്ചോൻ നമ്മളെ തലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ഒരാൾ നമ്മൾക്കൊരു ദൂതനായിട്ട് വേണം അല്ലേ. നമ്മൾക്ക് അതിലെത്താൻ ഒരു ഒരു കാരണം, അതല്ലെങ്കിൽ ഒരു അവസരം, അതല്ലെങ്കിൽ ഒരു വ്യക്തി ഒക്കെ നമുക്ക് വേണം. ഇതിൽ എന്തും ആവാട്ടോ. അപ്പോൾ അങ്ങനെ പടച്ചോൻ നമുക്കൊരു വിധി തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പടച്ചോൻ നടപ്പിലാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല ആളുകളും ചിലപ്പോൾ നമ്മളെ ലൈഫിൽ വന്നേക്കാം. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓർത്ത് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും, ഇവിടെ പോയി, അതല്ലെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റീതിങ്ക് ചെയ്യാം. ഇവരെന്തിനാണ് എൻ്റെ ലൈഫിൽ കയറി വന്നത്, ഇവർ കയറി വന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ നേട്ടമുണ്ടോ, അതോ എനിക്ക് തകർച്ചകളാണോ ഉള്ളത് എന്ന് നോക്കുക. നമ്മളൊരു പ്രശ്നം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവിനെ മാത്രമേ കാണുള്ളൂ, പോസിറ്റീവിനെ നമ്മൾ കാണില്ല എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ടാവും. പക്ഷേ ആ പോസിറ്റീവ് കാണാനുള്ള മനസ്സും കാഴ്ചയും നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തികൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫീൽ ആവാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് ഓർത്ത് വിഷമിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, എന്തിനാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വ്യക്തി കയറി വന്നിട്ടുള്ളത് എന്നുള്ളതും കൂടെ ചിന്തിക്കുക. അതിനെ നെഗറ്റീവ് ആകാതെ പോസിറ്റീവായ വഴികളിലൂടെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ കിട്ടും. അതുപോലെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.